آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ പരിപൂർണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിയും ദുനിയവിയും ഉഖ്റവിയുമായ നന്മകൾക്ക് അള്ളാഹു നമ്മുടെ എല്ലാ മജ്ലിസുകളെയും സബബാക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 83 ആയത്തുകൾ അൽഹംദുലില്ലാഹ് നമ്മൾ പൂർത്തീകരിക്കുകയുണ്ടായി. അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് ബനൂ ഇസ്രായേലരോട് അല്ലാഹു തആല സ്വീകരിച്ച കരാറിനെ സംബന്ധിച്ചാണ്. കരാറിനെ വലിയ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം കാണുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നൊരു കരാർ സ്വീകരിച്ച് അത് പൂർത്തീകരിക്കാം എന്ന് പറയുകയും അതിനുവേണ്ടി എന്തെല്ലാം അധ്വാനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം അവർക്കുണ്ട്. മനുഷ്യർ തമ്മിലുള്ള കരാറിൻ്റെ ഗൗരവം ഇത്രമാത്രമാണെങ്കിൽ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള കരാറിൻ്റെ ഗൗരവം എത്രയാണ്? അള്ളാഹു അവരിൽ നിന്നും വാങ്ങിയ കരാറാണ് 83-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, പാവപ്പെട്ടവൻ, അഗതികൾ, യതീമുകൾ, മിസ്കീന്മാർ ഇവർക്കൊക്കെ നന്മ ചെയ്യണം, ജനങ്ങളോട് നല്ല വാക്ക് പറയണം, നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതൊന്നും വലിയ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ല സത്യത്തിൽ അള്ളാഹു അവരോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആ ആയത്തിൽ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആദ്യം അള്ളാഹു തആല ഇബാദത്ത് പറഞ്ഞു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് പറഞ്ഞു, ബന്ധുക്കൾ, അതുപോലെ തന്നെ മിസ്കീന്മാർ, യതീമിങ്ങൾ, ജനങ്ങളോട് നല്ലത് പറയണം. ഈ 6 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. 8ാമത് പറഞ്ഞു നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ 8 കാര്യം പറഞ്ഞിട്ട് ആദ്യത്തെ 6 കാര്യവും അത് കംപ്ലീറ്റ്ലി മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. പരസ്പരമുള്ള ബന്ധം നന്നാക്കുന്നതിനെ പറ്റിയിട്ടാണ് ആദ്യം അള്ളാഹു ഗൗരവത്തിൽ പറഞ്ഞത്. അതിനുശേഷമാണ് അഖീമുസ്സലാ നിങ്ങൾ നിസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നിസ്കാരത്തിനേക്കാൾ താഴെയാണോ എന്ന് ചോദിച്ചാൽ നിസ്കാരത്തിനേക്കാൾ താഴെയല്ല. നിസ്കാരം അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ എന്തിനാണ് നിസ്കാരത്തിന് മുമ്പ് പടപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അള്ളാഹു പ്രത്യേകം പരാമർശിച്ചത്? കാരണം അവിടെയാണ് കൂടുതൽ ക്ഷമയും സഹനതയും ആർദ്രതയും ഒക്കെ കൈക്കൊള്ളേണ്ടത്. കാരണം നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ തെറ്റുണ്ടായാലും ആ സമയത്ത് തന്നെ നമുക്ക് ശിക്ഷയോ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അത് ആഖിറത്തിലെത്തുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണമായ നന്മതിന്മകൾ മനസ്സിലാവുക. എന്നാൽ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് സ്പോട്ട് നമുക്ക് കിട്ടും. ഞാൻ മുഖം ചുളിച്ചാൽ തിരിച്ച് അതേ മുഖം ചുളിക്കൽ കിട്ടും, ഞാൻ ദേഷ്യം പിടിച്ചാൽ തിരിച്ച് അതേ ദേഷ്യം പിടിക്കൽ എനിക്കിങ്ങോട്ട് കിട്ടും. അതുകൊണ്ടാണ് അല്ലാഹു തആല മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്ലാഹു തആല ആദ്യം പറഞ്ഞത്. ശേഷവും അവരുടെ കരാറിനെ തന്നെയാണ് പറയുന്നത്. വഇദ അഖദ്നാ മീസാഖകും ലാ തസ്ഫികൂന ദിമാഅകും. വഇദ അഖദ്നാ മീസാഖകും നാം നിങ്ങളോടുള്ള കരാറിനെ വാങ്ങിയ സന്ദർഭം. എന്താ കരാറ്? ലാ തസ്ഫികൂന ദിമാഅകും നിങ്ങൾ പരസ്പരം രക്തം ചൊരിയരുത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി യുദ്ധം നടത്തിയിട്ട് വധം നടത്തിയിട്ട് രക്തം ചൊരിക്കാൻ പാടില്ല. വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. നിങ്ങളെ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഗോത്രങ്ങളൊക്കെ തമ്മിൽ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുവിൽ ഇവർക്ക് ഇടയിലുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏത് ഗോത്രത്തിനാണോ കീഴ്പ്പെടുത്തുന്നത് അവരുടെ വീട് കയ്യേറുമായിരുന്നു, ആ വീട്ടിലെ സാധനങ്ങൾ കൊള്ളയടിക്കുമായിരുന്നു, ആ വീട്ടിലെ ആളുകളെ പുറത്താക്കുമായിരുന്നു. അപ്പോൾ വളരെ മോശപ്പെട്ടൊരു കാര്യമാണിത്. അവർ അത്രയും നാൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീട്, അവരുടെ വസ്തുക്കൾ, ഇതൊക്കെ ഒരു ഉയർന്ന വിഭാഗം കയ്യേറുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നികൃഷ്ടമായതാണ്. അതാണ് വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ വീടുകളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പാടില്ല. സുമ്മ അഖറർത്തും ഞാൻ ഈ കരാറൊക്കെ നിങ്ങളുടെ അടുത്ത് സ്വീകരിച്ച സന്ദർഭത്തിൽ നിങ്ങളിതൊക്കെ അംഗീകരിക്കുകയും ചെയ്തു, ഞങ്ങളിതനുസരിക്കാം. വഅൻതും തഷ്ഹദൂൻ എത്തരത്തിൽ നിങ്ങൾ സാക്ഷികളായിരിക്കെ.
ഇത് പ്രധാനപ്പെട്ട ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങളാണ് ഔസും ഖസ്റജും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഔസും ഖസ്റജും. ഔസും ഖസ്റജും മുശ്രിക്കീങ്ങളാണ്. അതാണ് മദീനയിലെ ഡോമിനൻ്റ് ആയ 2 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. യഹൂദികൾ അവിടെ ഉണ്ടായിരുന്നത് ബനു ഖൈനുഖാ, ബനു നളീർ, ബനു ഖുറൈള. ഈ 3 ഗോത്രമാണ് യഹൂദികളിൽ പ്രമാണികളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഔസ് ഗോത്രത്തിനോട് സഖ്യകക്ഷികളായിട്ടാണ് ഖൈനുഖാഉം നളീറും പ്രവർത്തിച്ചിരുന്നത്. ഒന്നുമില്ല, സ്വതന്ത്രമായി നിൽക്കാൻ കഴിവില്ലാത്ത സംഘമാകുമ്പോൾ ഏതാണോ ശക്തിയുള്ള ഗ്രൂപ്പ് ഉണ്ടാകുക ആ ഗ്രൂപ്പിനോട് ചേരുകയാണ് ചെയ്യുക. ഔസിനോട് 2 ഗ്രൂപ്പ് ചേർന്നു, ഖൈനുഖാഉം നളീറും. ഖസ്റജിനോട് ഖുറൈളയും ചേർന്നു. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഔസ് ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഖസ്റജ് ഗോത്രക്കാർ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ ഖസ്റജ് ഗോത്രക്കാരെ ഔസ് ഗോത്രക്കാർ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ തല്ലുകൂടും, ഇവർ തമ്മിൽ ആക്രമിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അവർ മാത്രമല്ല ആക്രമിക്കുക, ഈ സഖ്യകക്ഷികളും അക്രമത്തിൽ പങ്കാവും. അപ്പം അങ്ങനെയാണ് കരാർ ഇതും എഴുതാൻ. ഇപ്പം എൻ്റെ ഗോത്രത്തിലേക്ക് നിങ്ങളെ ഗോത്രം വന്നു ചേരുകയാണ്. അപ്പോൾ എന്താ കരാറുണ്ടാകുക? എൻ്റെ ഗോത്രത്തിനൊരാൾ ആക്രമിച്ചാൽ ഞാൻ മാത്രമല്ല പ്രതിരോധിക്കേണ്ടത്, നിങ്ങളും പ്രതിരോധിക്കാൻ എൻ്റെ കൂടെ വരണം. അപ്പോൾ നോക്കൂ, ഔസ് ഖസ്റജ് മുശ്രിക്കീങ്ങളാണ്. അവരെ കീഴിലുള്ള ഈ 3 ഗോത്രക്കാർ യഹൂദികളാണ്. അപ്പോൾ ഔസിനോട് പോരടിക്കാൻ പോകുന്ന ഖുറൈള ആരോടും പോരടിക്കും? യഹൂദ ഗോത്രക്കാരായ ബനു നളീറിനോടും തമ്മിലടിക്കും, ഖൈനുഖായിനോടും തമ്മിലടിക്കും. അപ്പോൾ പരസ്പരം ആരെ കൊല്ലാൻ തുടങ്ങി? യഹൂദികളെ തന്നെ കൊല്ലുന്നു. അപ്പോൾ ഇവരെ ഭൂമി കീഴ്പ്പെടുത്തുന്നു, ഇവരെ വീടുകളിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോൾ അതാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങളെ തന്നെ വീടുകളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല, നിങ്ങൾ പരസ്പരം രക്തം ചൊരിയാനും പാടില്ല. എന്നിട്ട് അള്ളാഹു അവരുടെ അവസ്ഥ പറയുകയാണ്, സുമ്മ അൻതും ഹൗലാഇ, പിന്നെ ഇക്കൂട്ടർ തഖ്തുലൂന അൻഫുസകും, നിങ്ങളെ തന്നെ കൊന്നു കളയുന്നു. നിങ്ങളെ തന്നെ കൊന്നു കളയാന്ന് പറഞ്ഞാൽ ഖുറൈളക്കാരൻ ഖൈനുഖായിനെ കൊല്ലുന്നു, ഖൈനുഖായക്കാരൻ ഖുറൈളയെ തട്ടുന്നു, ബനു നളീർ ഖുറൈളയെ തട്ടുന്നു. ഇവരൊക്കെ അഹ്ലി കിതാബിൻ്റെ ആളുകളാണ്. വതുഖ്രിജൂന ഫരീഖം മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തിനെ നിങ്ങൾ പുറത്താക്കി കളയുന്നു, മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന് തന്നെ. ഔസിനെ അറ്റാക്ക് ചെയ്തതിൻ്റെ പേരിൽ ഖുറൈളക്കാരൻ ആക്രമിക്കാൻ പോയിട്ട് പിടിച്ചെടുക്കുന്ന വീടാരതാ? ഖൈനുഖായിൻ്റെ. നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളെ നാട്ടിൽ നമുക്ക് ഉദാഹരണം എടുക്കാം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. 3 സംഘടനകൾ നിങ്ങൾ മനസ്സിൽ കാണുക, വിഷയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, മനസ്സിലാകാൻ വേണ്ടി. 3 സംഘടനാ ഗ്രൂപ്പുകൾ നിങ്ങൾ മനസ്സിൽ കാണുക. ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന വേറെ 2 പാർട്ടിക്കാരെ നിങ്ങൾ കാണാം, ഇടതിനും വലതിനും കാണാം. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് 2 മുസ്ലിം ഗ്രൂപ്പ് ഇടതുമായിട്ട് സഖ്യകക്ഷികളാണ്, ഒരു ഗ്രൂപ്പ് വലതുമായിട്ട് സഖ്യകക്ഷികളാണ്, ആണോ അല്ലേ? ഇടത് വലതിനെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നത് ഇടതും വലതും മാത്രമല്ല, ഇടതിൻ്റെ കീഴിലുള്ള മുസ്ലിം ഗ്രൂപ്പ് തന്നെ വലതിൻ്റെ കീഴിലുള്ള മുസ്ലിം ഗ്രൂപ്പിനെ എന്ത് ചെയ്യും? ആക്രമിക്കും. വലതിൻ്റെ കീഴിലുള്ള മുസ്ലിം ഗ്രൂപ്പ് ഇടതിൻ്റെ കീഴിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആക്രമിക്കും, അവരുടെ വീട് കൊള്ളയടിക്കും, അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അപ്പോൾ ഫലത്തിൽ ഒരേ മില്ലത്തിൽപ്പെട്ട ഒരേ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ തമ്മിൽ കലഹവും യുദ്ധവും ഉണ്ടാകാണ്. ഇതാണെങ്കിൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയതാണ്. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്, തലാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ അവർക്കെതിരെ സഹായം നടത്തുന്നു, ബിൽ ഇസ്മി അക്രമം തെറ്റുകൾ കൊണ്ടും, വൽ ഉദ്വാനി ശത്രുത കൊണ്ടും. വഇൻ യഅതൂകും ഉസാറ, ഇനി ഈ പറയപ്പെട്ട വിഭാഗം നിങ്ങളുടെ അടുക്കൽ തടവ് പുള്ളികളായി വന്നാൽ, തുഫാദുഹും, നിങ്ങൾ അവരെ പ്രായശ്ചിത്തം കൊടുത്ത് മോചിപ്പിക്കുന്നു. അപ്പോൾ തമ്മിലടിച്ചിട്ട് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അവർ അടിമകളായിട്ടാണ് വരിക. യുദ്ധം കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഉണ്ടാകുക. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നറിയോ? ഒരു യഹൂദി ഗോത്രത്തിൽപ്പെട്ട 1-2 ആളുകളെ അടിമകളായി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ 3 വിഭാഗവും ഒരുമിച്ച് കൂടും യഹൂദികളിലെ. എന്നിട്ട് പറയും, നമ്മളെ ഗോത്രത്തിൽപ്പെട്ട ആളാണല്ലോ മറ്റേ ആളുകൾ തടവിൽ പിടിച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി പ്രായശ്ചിത്തം കൊടുത്തിട്ട് അവരെന്ത് ചെയ്യാം? മോചിപ്പിക്കാം. ഇവരെന്നെയാണ് ആ തടവിൽ പിടിക്കാനുള്ള സാഹചര്യം എന്ത് ചെയ്തത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ 2 ഗ്രൂപ്പ് ഇടതിനോടൊപ്പം, ഒരു ഗ്രൂപ്പ് വലതിനോടൊപ്പം. ഇതിൽപ്പെട്ട ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നോക്കുക, പോലീസിലേക്ക് ഇവർ ഏൽപ്പിച്ചു കൊടുത്തു. പോലീസിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 മുസ്ലിം ഗ്രൂപ്പും മീറ്റിംഗ് കൂടിയിട്ട് അയാളെ ജാമ്യത്തിൽ ഇറക്കാനും അയാളെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കും. ഇത് വിരോധാഭാസമല്ലേ? അപ്പോൾ നിങ്ങൾക്കങ്ങനെ അവരോട് പരസ്പര സ്നേഹം കൂറുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ആദ്യമേ തന്നെ പോരടിക്കാൻ പാടില്ല. അപ്പോൾ വൈ യഅതൂകും മുസാറ, ഇവർ തടവ് പുള്ളികളായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ, ഇപ്പം ഞാൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി, നിങ്ങളൊരു മുസ്ലിം കമ്മ്യൂണിറ്റി, നിങ്ങളെ പാർട്ടിയിൽപ്പെട്ട ആൾ തടവ് പുള്ളിയെ ഞങ്ങളുടെ കയ്യിലേക്ക് വന്നു. അപ്പോൾ നമ്മളൊക്കെ മീറ്റിംഗ് കൂടി, നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ,
അപ്പോൾ ഇയാളെ തടവുള്ളിയായിട്ട് നിർത്തിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് മോചിപ്പിക്കാം. അപ്പോൾ ആളുകൾ ചോദിക്കും, അല്ല അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, നിങ്ങളല്ലേ തമ്മിൽ തല്ലുകൂടിയത്. അപ്പം ഒരു തൗറാത്തിൽ അങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? ഒരാൾ തടവ് ഉള്ളിയായി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് വില കൊടുത്തും മോചിപ്പിക്കണം. അപ്പോൾ ചോദിക്കുമല്ല, തൗറാത്തിൽ നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുണ്ടല്ലോ. തടവുള്ളികളായി വന്നാൽ മോചിപ്പിക്കണമെന്ന് മാത്രമല്ലല്ലോ തൗറാത്തിലുള്ളത്. വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുക്കും, നിങ്ങളെ മറ്റു വിഭാഗത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്നും അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ടല്ലോ. അല്ലാഹു ചോദിക്കുകയാണ്, അഫതുമിനൂന ബിബഅലിൽ കിതാബ്, നിങ്ങൾ വേദഗ്രന്ഥത്തിൻ്റെ ചില ഭാഗങ്ങളെ വിശ്വസിക്കുന്നു. അപ്പോൾ ചോദിക്കും, തൗറാത്തിലുണ്ടല്ലോ തമ്മിൽ നിങ്ങൾ തല്ലുകൂടാൻ പാടില്ല. അപ്പോൾ അവർ പറയും, അതെങ്ങനെ ശരിയാവുക, ഞങ്ങൾ ഔസുമായിട്ട് ടൈപ്പായി പോയില്ലേ. അപ്പോൾ ഔസിനെ മറ്റവർ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമിക്കാതിരിക്കുന്നത് മോശമല്ലേ? എന്നാൽ പിന്നെ നിങ്ങൾ തടവുള്ളികളായിട്ട് വന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ മോചിപ്പിക്കാനും പാടില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്നറിയും ഇവിടുത്തെ, അഫതുമിനൂന ബിബഅലിൽ കിതാബി വതക്ഫുറൂന ബിബഅലിൻ, വേദഗ്രന്ഥം അതിനെ പൂർണ്ണമായി വിശ്വസിക്കാതെ ചില ഭാഗങ്ങളെ വിശ്വസിക്കുക, അംഗീകരിക്കുക. വതക്ഫുറൂന ബിബഅലിൻ, ചില ഭാഗങ്ങളെ തള്ളിക്കളയുക. ഇത് നമുക്ക് അംഗീകരിക്കാം, കുഴപ്പമില്ല. ഈ ഭാഗമൊന്നും കുഴപ്പമില്ല. ഈ ഭാഗം നമുക്ക് കുറച്ച് പ്രയാസമുണ്ട്, ഇത് നമുക്ക് ഒഴിവാക്കി കളയാം. അള്ളാഹു നമുക്ക് നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു അങ്ങനെയൊക്കെ നമ്മളെ കൗമിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സംഭവിച്ചിട്ടുണ്ട്. എത്രത്തോളം ചില ആളുകൾ പരാമർശം, ഞാൻ ഈ ചില ആളുകൾ എന്ന് പറയുമ്പോൾ സാധാരണ ആരെങ്കിലും പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല, വളരെ റെപ്യൂട്ടഡായ ആളുകൾ പോലും പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഷരീഫിൽ മൂസാ നബിൻ്റെ സംഭവമൊന്നും ഇത്ര കൂടുതൽ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ യൂറോപ്യൻസ് ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. ഇത്രയൊന്നും പറയേണ്ടതിനും. കാരണം വടി നിലത്തിട്ട് പാമ്പാകുക, കടൽ വളർന്ന് കിടക്കുക, പാറക്കല്ലിനടിച്ചപ്പോൾ 12 അരുവി വരിക, അതുപോലെ മൂസാ നബി തൊട്ടിൽ നിന്ന് സംസാരിക്കുക. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അത് യൂറോപ്യൻസ് എങ്ങനെ സ്വീകരിക്കും? യൂറോപ്യൻസ് അത്രയൊന്നും കേട്ടിട്ട് ഇതൊരു അബൗദ്ധികമായ വലിയ ചർച്ചകളാണല്ലോ നടത്തുന്നത്. അത്രയൊന്നും പറയേണ്ടതില്ലായിരുന്നു. നന്മകൾ പറയാം, ഖുർആനിൽ കുറേ നന്മകളുണ്ടല്ലോ, അത് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. ഖുർആൻ ഷരീഫിൽ പിന്നെ ഇഫ്രീത്ത് പോയിട്ട് സുലൈമാൻ നബിക്ക് ബിൽക്കീസിൻ്റെ അത് കൊണ്ടുവരുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ചില എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അംഗീകരിക്കാൻ വേണ്ടി പറ്റൂല. ചില ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അംഗീകരിക്കാം. ഇതായിരുന്നു ആരുടെ പിഴവിന് കാരണം? അഹ്ലി കിതാബിൻ്റെ പിഴവിനുള്ള കാരണം. തുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദിൻ, ചിലതിനെ അംഗീകരിക്കുക, ചിലതിനെ തള്ളിക്കളയുക. അല്ലാഹു തആല പറയുന്നു, ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയ, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുള്ള പ്രതിഫലം എന്താണ്? ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയ, ഈ ഭൗതിക ലോകത്ത് തന്നെ അവർ നിന്ദ്യനാകും. അങ്ങനെ നമ്മൾ പോളിഷ് ചെയ്ത് കാണിച്ചു കൊടുത്തത് കൊണ്ടൊന്നും ആരും ഇസ്ലാമിലേക്ക് അങ്ങനെ വരാനൊന്നും പോകുന്നില്ല. അങ്ങനെ നമ്മൾ പുതിയ ഇസ്ലാമിന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പുതിയ ഇർത്തിദാദിൻ്റെ പുതിയ ലോകത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഉള്ളതിനെ നമ്മൾ ഉള്ളതായിട്ട് എന്ത് ചെയ്യുക, സമർത്ഥിക്കുക, അതിനെ അവതരിപ്പിക്കുക. നമ്മൾ സാധാരണ പറയാറല്ലോ, പിന്നെ ചെരുപ്പിനനുസരിച്ചിട്ട് കാല് മുറിക്കലാണോ, കാലിനനുസരിച്ചിട്ട് ചെരുപ്പ് മുറിക്കലാണോ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? അത് ബേസിക് ലോജിക്കാണ്. അഡാപ്റ്റബിലിറ്റിൻ്റെ പിന്നെ സാഹചര്യത്തിനോട് പൊരുത്തപ്പെടലിൻ്റെ ഏറ്റവും പ്രാഥമിക പാഠമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്താ നമ്മൾ ചെയ്യാറുള്ളത്? ഷോപ്പിൽ പോയിട്ട് 9 സൈസാണ്, എൻ്റെ കാലാണെങ്കിൽ ഇട്ട, പിന്നെ എന്താ ചെയ്യുക? അല്ല, ചെരുപ്പ് 7 സൈസുകൾ, അപ്പം തന്നെ എൻ്റെ കാലം എന്ത് ചെയ്യുക, മുറിക്കുക. ഭയങ്കര ബുദ്ധിമാൻ. അപ്പോൾ ഷോപ്പുകാരഎനിക്ക് ഭയങ്കര സന്തോഷവും, കാരണം ഓൻ്റെ 7-ാം നമ്പർ ചെരുപ്പ് എന്താവും, സൈലാവും. അങ്ങനെയല്ലല്ലോ, നമുക്കനുസരിച്ച് കൊണ്ട് ഷറൈൻ്റെ നിയമങ്ങളെ മാറ്റം വരുത്തുക എന്നുള്ളതാണോ? അല്ല, ഷറൈൻ്റെ നിയമത്തിനനുസരിച്ചിട്ട് നമ്മുടെ വിശ്വാസത്തിനെയും നമ്മുടെ സങ്കല്പത്തിനെയും മാറ്റുക എന്നുള്ളതാണ്. കാരണം ഈ നമ്മൾ എന്ന് പറയുന്നത്, എൻ്റെ ചിന്ത, എൻ്റെ വിശ്വാസം എന്നൊക്കെ പറയുന്നത് അത് മാറി വരാമല്ലോ. ഇന്നുള്ള സാഹചര്യത്തിലേക്കുള്ള നാളുണ്ടാകുക, നാളുള്ളതല്ല മറ്റന്നാളുണ്ടാവുക. അപ്പോൾ ഷറൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണത്. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഡിവൈൻ റിവിലേഷൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. അപ്പോൾ അതിലേക്ക് എൻ്റെ വിശ്വാസത്തിന് നങ്കൂരമിട്ട് കഴിഞ്ഞാൽ ഞാൻ സേഫായി. കാരണം അള്ളാഹു പറഞ്ഞത് ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തിദ് ദുനിയ. അപ്പോൾ നമ്മൾ പലരെയും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്യും, അവസാനം അവർ നമ്മളെ തള്ളി പറയും. നമ്മൾ കാണുന്നില്ലേ, ഇപ്പോൾ ഇസ്ലാമിനെതിരെ വളരെ രൂക്ഷമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകൾ, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പല ആളുകളുമുണ്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് കാണുന്നത്. അവർ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിൽ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ ഇസ്രായേൽ വരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ ന്യായീകരണം ഉണ്ടോ എന്ന്. ആ രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ.
അവരെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അതായത് ഞങ്ങൾ ഭയങ്കര നീതിൻ്റെ നിലപാടിൻ്റെ ആളുകളാണ്, ഞങ്ങൾ ഇസ്ലാമിൻ്റെ ചേരിയിലല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഇസ്രായേൽ തന്നെ ഒഫീഷ്യലി അവരുടെ ട്വിറ്ററിലൊക്കെ വന്നിട്ട് പരസ്യമായി ഇയാളെ ഇട്ട് കീറുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നിന്ദ്യനായി ഹിസിയും ഫിൽ ഹയാത്തി ദുനിയ. അപ്പം നമ്മുടെ ഹക്ക് പറയുമ്പോൾ വിമർശിക്കപ്പെടും, ക്രൂശിക്കപ്പെടും, കല്ലുകൾ എറിയപ്പെടും. പക്ഷേ അത് ആളുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് ബോധ്യപ്പെടും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, അവരെ ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് തള്ളിവിടപ്പെടുന്നതാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റിയും അള്ളാഹു അശ്രദ്ധനല്ല. അപ്പോൾ ഇവർക്ക് എന്താ പറ്റിപ്പോയത്? ഉലായിക, ഇക്കൂട്ടർ, അല്ലദീന ഇശ്തറൗൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ, ദുനിയാവിനെ കൊടുത്തിട്ട് അവർ ആഖിറത്തിനെ വാങ്ങിക്കളഞ്ഞു. ഏതാ എടുക്കേണ്ടത്? ദുനിയാവ് വേണോ ആഖിറം വേണോ? അവരെന്ത് ചെയ്തു? താൽക്കാലിക ലാഭം വെച്ചിട്ട് ആഖിറം കുഴപ്പമില്ല, അത് നാളെ വരേണ്ടതല്ലേ, അത് ആഖിറം നാളെയാണല്ലോ, ഇത് ഇപ്പോൾ ഉള്ളതാണല്ലോ. ഇപ്പോൾ പ്രസൻറ്റിന് നമ്മൾ വെച്ചിട്ട് ഫ്യൂച്ചറിനെ തള്ളിക്കളഞ്ഞു. ഇശ്തറൗൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ, ആഖിറം നേടിയെടുക്കേണ്ടതിന് പകരം അവർ ദുനിയാവിനെ വാങ്ങിച്ചു കളഞ്ഞു. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അതുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷയെ ലഘൂകരിക്കപ്പെടുന്നതല്ല. അവർ പറഞ്ഞു ഓർമ്മില്ലേ, കുറച്ച് ദിവസം മാത്രമേ ഞങ്ങൾക്ക് എന്ത് ചെയ്യൂ, ശിക്ഷ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അല്ലാഹു പറയാണ്, ഒരു നിരക്കിലുള്ള ശിക്ഷ ലഘൂകരണവും ഉണ്ടാവുകയില്ല. വലാഹും യുൻസറൂൻ, അവർ ഒരു രീതിയിലും സഹായിക്കപ്പെടുന്നതുമല്ല. ശേഷമുള്ള ആയത്ത്, വലഖദ് ആതൈനാ മൂസൽ കിതാബ വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ വആതൈനാ ഈസ ഇബ്ന മർയമൽ ബയ്യിനാതി വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്. വലഖദ് ആതൈനാ, തീർച്ചയായും നാം നൽകിയിട്ടുണ്ട്, മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയിട്ടുണ്ട്, അൽ കിതാബ്, ആ മഹത്തായ ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. ഏതാ ഗ്രന്ഥം? തൗറാത്തിനെ ഞാൻ നൽകിയിട്ടുണ്ട്. വഖഫൈനാ മിൻ ബഅദിഹി, മൂസാ നബിക്ക് ശേഷം ഞാൻ തുടരെ കൊണ്ടുവന്നു, ബിർറുസുലി, പല പ്രവാചകന്മാരെയും. ഈസാ നബി, ദാവൂദ് നബിയൊക്കെ മൂസാ നബിക്ക് ശേഷം വന്ന പ്രവാചകന്മാരാണല്ലോ. അപ്പോൾ ഒരു പ്രവാചകനെ കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞിട്ട് സമൂഹം അള്ളാഹുവിൽ നിന്ന് വിസ്മൃതിയിലായി തുടങ്ങുമ്പോഴേക്കാൻ അള്ളാഹു മറ്റൊരു പ്രവാചകനെ കൊണ്ടുവരുന്നു. മാത്രമല്ല വആതൈനാ ഈസ ഇബ്ന മർയമൽ ബയ്യിനാത്ത്, നാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വ്യക്തമായ ദൃഷ്ടാന്തം അവതരിപ്പിച്ചു കൊടുത്തു. എന്തൊക്കെയാ ഈസാ നബി അലൈഹി സ്വലാമിന് കൊടുത്ത ദൃഷ്ടാന്തം? എന്തായിരുന്നു? വെള്ളപ്പാണ്ട് മാറ്റുക അല്ലേ, അതുപോലെ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ്. ഒരാൾ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതാ. വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂത്, നിങ്ങൾ എന്താ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞുതരും. കൈ മണപ്പിച്ചിട്ടൊന്നല്ല, അങ്ങനെയല്ല. അതിപ്പോൾ നമുക്ക് ഏകദേശം അനുമാനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ എന്താ ഭക്ഷിച്ചത്? വമാ തദ്ഖിറൂന ഫീ ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എന്തൊക്കെ സൂക്ഷിക്കുന്നുണ്ട് എന്നും പറയാൻ പറ്റുമായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്, നാം ഈസാ അലൈഹി സ്വലാമിനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാമിനെ കൊണ്ട് ശക്തിപ്പെടുത്തി. റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഖുർആനിൽ ജിബ്രീലിനെ ആ പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. നസല ബിഹി റൂഹുൽ അമീൻ, വിശ്വസ്തനായ ആത്മാവ്. റൂഹുൽ ഖുദുസ്, പരിശുദ്ധമായ ആത്മാവ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാമിനെ കൊണ്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രബോധനത്തിലും മറ്റും ശക്തി പകർന്നിട്ടുണ്ട്. അപ്പം അത് മറ്റു പ്രവാചകന്മാരെ പരാമർശിക്കുമ്പോൾ കാണാത്തൊരു പ്രത്യേക പരാമർശമാണ് സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുമ്പോൾ ഖുർആനിൽ കാണുന്നത്. മറ്റു പ്രവാചകന്മാരെ പറ്റി എല്ലാ പ്രവാചകന്മാർക്കും ജിബ്രീലിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്, അത് വഹീൻ്റെ സപ്പോർട്ടാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാമാണല്ലോ വഹിയുമായി വരുന്ന മലക്ക്. പക്ഷേ അവരെ പറ്റിയൊന്നും അയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്, ജിബ്രീലിനെ കൊണ്ട് ശക്തി നൽകിയെന്നൊരു പരാമർശം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയുന്ന സ്ഥലത്ത് അള്ളാഹു തആല പ്രത്യേകം പറയുന്നത് നാം അദ്ദേഹത്തിനെ റൂഹുൽ ഖുദുസ് കൊണ്ട് ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം നമുക്കറിയാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി നമ്മുടെ വിശ്വാസം, അഹ്ലുസുന്നയുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തി എന്നുള്ളതാണ്. യഹൂദികൾ കൊല്ലാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, ഈ വ്യക്തിക്ക് നീ ജിബ്രീലിനെ കൊണ്ട് ശക്തി നൽകണമേ. ആരാന്നറിയോ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പല സന്ദർഭങ്ങളിലും നമ്മൾ ആ പേര് ഓർത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ആരായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു? ഷായിറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കവിയായിരുന്നു. കവി എന്ന് പറഞ്ഞാൽ അന്ന് ഈ പരിഹാസങ്ങളൊക്കെ കവിതയിൽ കൂടിയിട്ടാണ്.
അപ്പോൾ നല്ല ഇൻ്റലക്ച്വലായ ആളുകൾക്ക് മാത്രമേ കവിതയിൽ കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, പരിഹസിക്കാൻ വേണ്ടി പറ്റൂ. മറ്റേത് നമ്മളിങ്ങനെ പിന്നെ ബോഡി ഷെയ്മിങ് നടത്തുക, ഇരട്ടപ്പേര് വിളിക്കുക, ഉപ്പയിലേക്ക് ചേർത്ത് വിളിക്കുക, അത് ആരെ കൊണ്ടും പറ്റും, അതാരെ കൊണ്ടും പറ്റും, ഭാഷ അറിയണമെന്നേ ഉള്ളൂ. പക്ഷെ കവിതയിൽ കൂടി ഒരാളെ അവഹേളിക്കണമെങ്കിൽ അത്രയും ബുദ്ധിശക്തിയും ചിന്താശക്തിയൊക്കെ ഉണ്ടാകണം. അപ്പം ഇങ്ങനെ നബിതങ്ങളെയും ഇസ്ലാമിനെയും ഒക്കെ കവിതകളിൽ കൂടി വിമർശിക്കുന്ന സന്ദർഭത്തിൽ ഇതിന് മറുപടിയായി കവിതകൾ ആലപിച്ചിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. മദീനത്തെ പള്ളിയിൽ ഒരു മിമ്പർ തന്നെ സ്ഥാപിച്ചിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുവേ നീ ഹസ്സാന് ജിബ്രീലിനെ കൊണ്ട് ശക്തി കൊടുക്കണമേ, നിന്റെ പ്രവാചകന് വേണ്ടി ഹസ്സാൻ മറുപടി പറയുന്നത് പോലെ നീ ഹസ്സാന് നീ ശക്തി കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മജ്‌ലിസിലാണ് പള്ളീൻ്റെ സംസാരവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെ ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നായി കവിത പാടിയിരുന്നത്. അപ്പോൾ ഞാനവിടെ പറഞ്ഞിരുന്നു, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പള്ളിയിൽ നിന്ന് കവിത പറയുന്ന സമയത്ത്, കവിത എന്ന് പറഞ്ഞാൽ മോശമായ കവിത അല്ല കേട്ടോ, നല്ല ആത്മീയ ഉണർവ് ഉണ്ടാക്കുന്ന കവിതകൾ. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തോട്ട് പോയിട്ടൊരു നോട്ടങ്ങ് നോക്കി, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താ പള്ളിയിൽ നിന്നാണോ കവിത പാടുന്നത്? അപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഖദ് കുൻതു അൻഷുദു ഫീഹി വഫീഹി മൻ ഹുവ ഖൈറും മിൻക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നുന്നത്, പക്ഷേ നിങ്ങളെക്കാൾ നല്ല മനുഷ്യൻ ഈ പള്ളിയിലുണ്ടായ സന്ദർഭത്തിൽ ഞാൻ കവിത പാടിയിരുന്നു എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, തങ്ങൾ വിമർശിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ അടുക്കലേക്ക് പോയിട്ട് ചോദിച്ചു, അല്ല എങ്ങനെ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു മുമ്പ് അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി. അബൂ ഹുറൈറ ചോദിച്ചു, അങ്ങനെ എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ബഹുമാനപ്പെട്ട പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് നബിതങ്ങൾ അങ്ങനെ പറഞ്ഞതായിട്ട്. അജീബ അന്നി, ഹസ്സാനെ നീ മറുപടി കൊടുക്ക്, അവരിങ്ങനെ കവിതകൾ പാടുന്ന സന്ദർഭത്തിൽ നീ എനിക്ക് വേണ്ടി കവിതകൾ പാട്. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് നീ ശക്തി നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായി നമുക്ക് ഹദീസിൽ കാണാം. അപ്പോൾ ഏതായാലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ജിബ്രീലിനെ കൊണ്ട് ശക്തി പകർന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, അഫകുല്ലമാ ജാഅകും റസൂലുൻ ബിമാ ലാ തഹ്വ അൻഫുസുകും ഇസ്തക്ബർതും, നിങ്ങളുടെ മനസ്സിന് താല്പര്യമില്ലാത്ത കാര്യങ്ങളുമായി പ്രവാചകന്മാർ വരുമ്പോഴെല്ലാം ഇസ്തക്ബർതും, നിങ്ങൾ അഹങ്കാരം കാണിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാർ വന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് 100% നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യമില്ലല്ലോ, ആണോ? മദ്യപിക്കരുത്, ഹറാമ് ചെയ്യരുത്, ഇന്നത് കാണരുത്, ഇന്ന് കേൾക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യമാണോ? നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നത് എന്താ? എല്ലാവരും സുഖിക്കാനും സന്തോഷിക്കാനും ഒക്കെ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അള്ളാഹു പറയണം, അങ്ങനെ നിങ്ങളുടെ മനസ്സിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ വന്നിട്ട് പ്രവാചകന്മാർ നിങ്ങളോട് പറയുമ്പോൾ ഇസ്തക്ബർതും, നിങ്ങൾ അഹങ്കാരം കാണിക്കുന്നു. ഫഫരീഖൻ കദ്ദബ്തും, ഒരു വിഭാഗത്തിനെ നിങ്ങൾ കളവാക്കി. ചില പ്രവാചകന്മാർ നിങ്ങൾ അംഗീകരിച്ചില്ല അല്ലേ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വന്നപ്പോൾ എന്തൊക്കെ മോശത്തരങ്ങളാണ് പറഞ്ഞത്. കഠിന ശത്രുതയായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. ഈസാ നബിനോട് മാത്രമല്ല, ഈസാ നബിൻ്റെ ഉമ്മാനോടും. വഫരീഖൻ തഖ്തുലൂൻ, ഒരു വിഭാഗത്തിനെയാണെങ്കിൽ നിങ്ങൾ കൊല്ലുകയും ചെയ്യുന്നു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരൊക്കെ വധിച്ചു കളഞ്ഞിരുന്നു ആ സമൂഹം, ബനൂ ഇസ്രായേൽ അല്ലെ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്നെ കുഴിയിൽ നിർത്തിയിട്ട് ഈർച്ചവാള് തലയിൽ വെച്ചിട്ട് 2 കഷ്ണാക്കി കളഞ്ഞു സക്കരിയ നബിയെ. യഹ്യ നബിനെ പിന്നെ ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റ വാരലങ്ങ് വാരി ജീവനോടുകൂടി വലിയ കൊലപാതകമാണ് നടത്തിയത്. തീർന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ വധശ്രമം ഉണ്ടായില്ലേ? ആരാ നടത്തിയത്? വധശ്രമം യഹൂദികളായിരുന്നു. യഹൂദികൾ ചട്ടം കെട്ടിച്ചിട്ട് ഒരു പെണ്ണിനെ തയ്യാറാക്കി, ആ പെണ്ണാണ് മാംസത്തിൽ വിഷം കലർത്തിയത്. ഫുള്ള് കഴിച്ചില്ല നബിതങ്ങൾ, പക്ഷെ ഒരല്പം ഉള്ളിലേക്ക് പോയിരുന്നു, വിഷം ഏറ്റിരുന്നു നബിതങ്ങൾക്ക്. തങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വഫാത്തിൽ വരെ ഉണ്ടായി. അത് പിന്നെ ആ വിഷം ശരീരത്തിനുള്ളിൽ നിന്ന് അത് ഘട്ടമായി പതിയെ നബിതങ്ങളെ തളർത്തിക്കൊള്ളണം. വഫാത്തിലും പറഞ്ഞു തങ്ങളത്, അതിൻ്റെ അന്നത്തെ എൻ്റെ വേദന ഇപ്പോഴും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു അറ്റാക്ക് നബിതങ്ങൾ കയറി നടന്നിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിലുണ്ടാകുന്നത് അത് കോമൺ എല്ലാത്തിലും ഉണ്ടാകുന്നതാണ്. അതല്ലാതെ വ്യക്തിപരമായ വധശ്രമം നടന്നത് 2 രൂപത്തിലായിരുന്നു. ഒന്ന് ബിസ്സുമ്മി, വിഷം, അത് യഹൂദിയായിരുന്നു. രണ്ടാമത്തത് ബിസ്സിഹരി, മാരണം കൊണ്ട് നബിതങ്ങളെ ഇല്ലായ്മയെ ശ്രമിച്ചു.
അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. 2 പേജും കൂടി കഴിഞ്ഞാൽ ആ വിഷയമാണ്, അവിടെ നമുക്കത് വിശദമായിട്ട് പറയാം. അതും ചെയ്തതാരായിരുന്നു? യഹൂദിയായിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആശയവിരുദ്ധത്തിൻ്റെ പേരിൽ അവർ അംഗീകരിച്ച് കൂടെ നിൽക്കേണ്ട ആളുകളാണ്. അവരുടെ തൗറാത്തിൽ പറയപ്പെട്ട പ്രവാചകന്മാരാണിത്. ആ പ്രവാചകന്മാരെ ചേർത്ത് നിർത്തി അവർക്ക് ശക്തി പകരേണ്ടുന്നതിന് പകരം ഫരീഖൻ കസ്സബ്തും, നിങ്ങൾ പലരെയും കളവാക്കുന്നു, ഫരീഖൻ തഖ്തുലൂൻ, അതിൽ പലരെയും നിങ്ങൾ കൊന്നുകളയുകയും ചെയ്യുന്നു. വഖാലു, അവർ പറഞ്ഞു, ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഗുൽഫുൻ, സുഭദ്രമായ ഒരു തോലുകൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ കീഴിലാണ്. അവർ പറയുന്നത് ഞങ്ങൾക്കിനി പുതിയൊരു വേദഗ്രന്ഥത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ തൗറാത്തിലുള്ളത് തന്നെ മതി, അവിടെ ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളിതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മളും ഓർത്താൽ മതി, നമ്മളും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടോ എന്ന് നമ്മളും ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു വർത്തമാനം പറയാറുണ്ടോ എന്നുള്ളത്. വഖാലു ഖുലൂബുനാ ഗുൽഫ്, നമുക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആരതുണ്ട് ബാക്കി പൂരിപ്പിക്ക്. നമുക്ക് ആരെ കേസറ്റുണ്ട്? പണ്ടങ്ങനെ പറയല്ലേ, നമുക്ക് ആരെ കേസറ്റുണ്ട്, നമുക്ക് ആരെ പ്രസംഗമുണ്ട്, നമുക്ക് ആരെ വാദുണ്ട്, നിങ്ങൾ നമുക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. വഖാലു ഖുലൂബുനാ ഗുൽഫ്, അങ്ങനെ യഹൂദികളും പറഞ്ഞത്. എന്തിനാ അത് യഹൂദികൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ പറഞ്ഞത്? നിങ്ങളങ്ങനെ പറയാതിരിക്കാൻ, നമ്മളങ്ങനെ പറയാതിരിക്കാനാണ് പറയുന്നത്. എന്നിട്ട് നമ്മളത് പറയുന്നുണ്ടെങ്കിൽ മൽ ഫർഖു ബൈനനാ വ ബൈനഹും, നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയല്ലേ, വേറെ ആരും അല്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഉറച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളത് കേട്ടാൽ എൻ്റെ ആശയത്തിൽ വ്യതിയാനം സംഭവിച്ചു പോകുമോ എന്ന ഭയം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ടല്ലേ അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വേറെ ആരും കേൾക്കാൻ പാടില്ല, വേറെ ആരെ പ്രസംഗങ്ങൾ കേൾക്കാൻ പാടില്ല, ഒരു പുസ്തകം നിങ്ങൾ വായിക്കാൻ പാടില്ല, ഒരു ലഘുലേഖ നിങ്ങൾ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കാരണം നിങ്ങളത് കേട്ടുപോയാൽ ഞാൻ പറയുന്നതല്ല കളവാ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന ഭയം എനിക്കുണ്ട്. അപ്പം നിങ്ങളെ എൻ്റെ കൂടെ നിർത്തണമെങ്കിൽ ഞാൻ നിങ്ങളെന്ത് ചെയ്യണം? ഇത് മാത്രമാണ് എക്സ്ക്ലൂസീവ് ട്രൂത്ത് എന്നുള്ള നിലക്ക് ശക്തമായ സംസാരിക്കണം, എന്നിട്ട് നിങ്ങളുടെ പിടിച്ചു നിർത്തണം. അങ്ങനെയല്ലല്ലോ. പ്രാഥമികമായി ചിലപ്പോൾ നമ്മൾ പറയും, എങ്ങനെ ഒരാളിപ്പോൾ അറിവും ഇൽമും വിദ്യാഭ്യാസമൊക്കെ പഠിച്ചു തുടങ്ങുന്ന കാലം, അപ്പോൾ നമ്മൾ അവരോട് പറയും നിങ്ങളിപ്പോൾ എല്ലാം കൂടി കേൾക്കണ്ട. പഠിച്ച് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അയാളോട് പറയും നിങ്ങൾ ഒന്ന് കേട്ട് കൃത്യമായി പഠിച്ച് അതിങ്ങനെ അമലൊക്കെ കൊണ്ടുവന്ന് ശരിയാക്കി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വിശാലാർത്ഥത്തിൽ പഠിക്കാം. കാലാകാലം ഇങ്ങനെ കൊണ്ട് ഒരു ആലയിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നുണ്ടെങ്കിൽ അത് യഹൂദിയത്തിൻ്റെ സ്വഭാവമാണ്. വഖാലു ഖുലൂബുനാ ഗുൽഫ്. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നു നിങ്ങൾ ഒരാളത് മാത്രം കേൾക്കരുത്. അത് എൻ്റെതായാലും പോലും വേറെ ആരുതായാലും ശരി, നിങ്ങൾ ഒരാളത് മാത്രം ഒരിക്കലും കേൾക്കരുത്. മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് ഞാനും പറയുന്നത്. പുറത്തുമൊക്കെ നമുക്ക് ചില ഫിൽറ്റേഴ്സ് നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ആ വിഷയത്തിൽ അത് പിന്നെ നെല്ലും പതിരൊക്കെ വേർതിരിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കൂ, ഞാൻ തമാശ പറയുന്നതല്ല, ഇതിൻ്റെ ഗൗരവം വളരെ കാര്യമായിട്ടുള്ളതാണ്. ഇപ്പം മറ്റു മതസ്ഥരുടെ വേദഗ്രന്ഥം വായിക്കാൻ പറ്റും, എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മളിവിടുത്തെ മെയിൻ ചർച്ച എന്താ? നമുക്ക് മറ്റേ പാർട്ടിക്കാരനെ കേൾക്കാൻ പറ്റുമോ, ഓൻ്റെ പള്ളിയിൽ ഇരിക്കാൻ പറ്റുമോ, ഓൻ്റെ ക്ലാസ് കേൾക്കാൻ പറ്റും? നമ്മൾ ആരും ഇരിക്കൂല, നമ്മൾ ഓടും അവിടുന്ന്. ഇത് മുസ്ലിമിൻ്റെ ഉള്ളിലല്ലേ. മറ്റ് മതസ്ഥരുടെ വേദഗ്രന്ഥം വായിക്കാൻ പറ്റും, എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ബൈബിൾ വായിക്കാൻ പറ്റുമോ, ഉപനിഷത്ത് വായിക്കാൻ പറ്റുമോ, പിന്നെ ഈ പറയപ്പെട്ട എന്തെല്ലാം സോക്കോളുടെ എന്തെല്ലാം സാധനങ്ങൾ അതൊക്കെ വായിക്കാൻ പറ്റും, എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? വായിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ 100% വിശ്വസിക്കുന്നത് ബാത്തിലാന്നാ, എന്നിട്ട് നമ്മൾ വായിക്കാമെന്ന് പറയുന്നു. എന്നാലും നമ്മൾ ഇപ്പുറത്തെ ഗ്രൂപ്പിൽ കൊണ്ട് കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസ? അപ്പോൾ അവിടെ നമ്മുടെ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യമുണ്ട്. അതായത് നിങ്ങൾ പിന്നെ മുഖാറിനത്ത് കമ്പാരിസൺ ചെയ്യാം, ഇപ്പം ഖുറാൻ്റെയും ബൈബിളിൻ്റെയും മറ്റൊക്കെ സംഗതികളൊക്കെ പഠനങ്ങൾ നടത്താം. പക്ഷേ നിങ്ങൾക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാകണം. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. ഒന്നും ബേസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് അയാളെല്ലാം കൂടി വായിച്ചിട്ട് അയാൾക്ക് തിരിയൂല, ഇത് അവിയൽ പരുവത്തിലായിപ്പോവും. അപ്പോൾ എന്തേ അങ്ങനെ പറഞ്ഞു വെക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ തൗറാത്ത് വായിച്ചാലും ബൈബിൾ വായിച്ചാലും അവസാനം നിങ്ങൾ എവിടെ തന്നെ എത്തും? ഖുറാനിലെത്തുമെന്ന് ഉറപ്പ് റബ്ബിനുണ്ട്. അതുകൊണ്ടാണ് അവിടെ എവിടെയും ബ്ലോക്ക് ചെയ്യാത്തത്. ഇല്ലെങ്കിൽ അള്ളാഹ്ക്ക് ആലോചിച്ചപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് മുഴുവൻ ഭൂമി അള്ളാഹ്ക്ക് ഇല്ലാതാക്കി കൂടെ?
നിങ്ങൾ നോക്കൂ, ബൈബിൾ അല്ലെങ്കിൽ അതിൻ്റെ എന്തെല്ലാം നറേഷൻസ്, വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ ഒരു പകർപ്പ് അള്ളാഹു ഭൂമിയിൽ ബാക്കി വെച്ചില്ലേ. അതിൽ കുറേ മിശ്രിതങ്ങൾ ചേർന്നു എങ്കിൽ പോലും ബേസ് അള്ളാഹു അങ്ങനെ ബാക്കി വെച്ചില്ലേ. ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു എന്തിനൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. വലിയ വലിയ ഡിനോസറുകളെ നശിപ്പിച്ച അള്ളാഹ് ഇത് മുഴുവൻ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്തൂടെ? എന്നിട്ട് ഖുറാനെ മാത്രം അവശേഷിപ്പിച്ചൂടെ അള്ളാഹ് വേണമെങ്കിൽ? എന്തുകൊണ്ട്? അള്ളാഹ്ക്കറിയാം അങ്ങനെ ഒരു മനുഷ്യൻ സത്യാന്വേഷണമായിട്ട് നടന്നിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരു സഹാബി ഉണ്ടായിരുന്നല്ലോ. ആ സഹാബി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം യഹൂദിയായിരുന്നു. കുറേ കാലം സത്യാന്വേഷണം നടത്തി യഹൂദിയത്തിനെ പറ്റി കുറേ പഠിച്ചു മനസ്സിലാക്കി. പക്ഷെ അയാൾക്ക് മനസ്സിലായി ഇതല്ല ശരി. അയാൾ പിന്നെ ഇഞ്ചിയിലേക്ക് പോയി. കുറേ കാലം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് കളിച്ച് അയാൾക്ക് പിന്നെയും മനസ്സിലായി ഇതല്ല ശരി. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നത്. തങ്ങളോട് പറഞ്ഞത് തങ്ങൾ ഇവിടെയാണ് അതിൻ്റെ കംപ്ലീഷൻ എനിക്ക് കാണാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അള്ളാഹ്ക്ക് ആ ഉറപ്പുണ്ട്, ഒരു മനുഷ്യൻ നിഷ്പക്ഷമായി പഠിക്കാൻ ഇറങ്ങിയാൽ അവൻ തൗറാത്തിൽ കൂടി സഞ്ചരിച്ച്, ഇഞ്ചിയിൽ കൂടി സഞ്ചരിച്ച്, സബൂറിൽ കൂടി സഞ്ചരിച്ചിട്ട് അവസാനം വലല്ലാഹി ആമീൻ പറയുന്നത് എവിടെയായിരിക്കും? ഖുറാനിലായിരിക്കും ഉറപ്പുണ്ട്. ഈ ധൈര്യം നമുക്കില്ലെങ്കിൽ പ്രശ്നമുണ്ട്. അടുത്ത മീറ്റിംഗ് കൂടുമ്പോൾ ഒന്നൊക്കെ ആലോചിക്കേണ്ടിയിരിക്കും. അവിടെ അള്ളാഹുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നമ്മളങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപകടമാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്നറിയോ, നിങ്ങൾ എല്ലായിടത്തും കേട്ടോ, നിങ്ങൾ ഏത് ഗ്രൂപ്പുകാരനതും ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയപ്പെട്ട ഗ്രൂപ്പുണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയല്ല ആരുടെ സദസ്സിൽ നിങ്ങളിരുന്നോ, നിങ്ങൾ ആരെ പ്രസംഗം നിങ്ങൾ കേട്ടോ, ഒരു കുഴപ്പമില്ല. വ്യത്യസ്തങ്ങളായ ചിന്തകളും ധാരകളും ശൈലികളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അള്ളാഹുവിൻ്റെ ദീനെ സംബന്ധിച്ച് ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. അല്ലെങ്കിൽ വഖാലു ഖുലൂബുനാ ഗുൽഫ്, ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അള്ളാഹു പറയുന്നു അവരുടെ പ്രശ്നം എന്താണെന്നറിയുമോ? ബൽ ലഅനഹുമുല്ലാഹ്, അള്ളാഹു അവൻ്റെ കാരുണ്യത്തിനെ തൊട്ടും വിദൂരത്താക്കി കളഞ്ഞിരിക്കുകയാണ്. ബികുഫ്രിഹിം, അവരുടെ സത്യനിഷേധത്തിൻ്റെ പേരിൽ. ഫഖലീലം മാ യുഅ്മിനൂൻ, അതുകൊണ്ട് അവർ വളരെ കുറച്ച് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ഒരു പൂർണ്ണമായ വിശ്വാസം അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹ്, അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു കിതാബ് വന്നപ്പോൾ. എങ്ങനെയുള്ള കിതാബ്? മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരുടെ പക്കലുള്ള തൗറാത്തിനെയും ഇഞ്ചീലിനെയും ശരിവെക്കുന്ന കിതാബ്. ഇവരുടെ വലിയ തമാശ എന്ന് പറഞ്ഞാൽ തൗറാത്തും ഇഞ്ചീലും ഒക്കെ അവർ ലഭിച്ചു. അതിനുശേഷം വലിയൊരു ഗ്യാപ്പ് ഉണ്ടായല്ലോ ഖുർആൻ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരവിൻ്റെ ഇടയിൽ. അപ്പോൾ ഇവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു അവസാന പ്രവാചകൻ വരാനുണ്ട്. അപ്പോൾ ആ കാലത്തിൻ്റെ ഇടയിൽ ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഒക്കെ നേരിടുന്നുണ്ട്. പലരുടെയും ഭാഗത്ത് നിന്ന് അക്രമം, പ്രത്യേകിച്ച് കാഫിരിങ്ങളുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇവരെന്താ ദുആ ചെയ്യാന്നറിയാം? അല്ലാണ്ട് പഠിച്ചോനെ നീ ഒരു അവസാന പ്രവാചകനെ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പ്രവാചകനെ നീ ഒന്ന് ഇറക്ക്, ഞങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാലോ, ഞങ്ങൾക്ക് അവരെ സഹായിയായി കിട്ടുമല്ലോ എന്നവർ പറയും. എന്നിട്ട് അവസാന ആ പ്രവാചകൻ വന്നപ്പോഴോ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തിനെ അംഗീകരിക്കുന്നതായ കിതാബ് വന്നപ്പോൾ വകാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലൽ ലദീന കഫറു, അത് അവരിതിനു മുമ്പാണെങ്കിൽ ശത്രുക്കൾക്കെതിരെ സഹായവും ചോദിച്ചിരുന്നു. അവർ ദുആ ചെയ്യുമായിരുന്നു, പടച്ചവനെ നീ തൗറാത്തിൽ പറഞ്ഞൊരു നബിയില്ലേ, ആ നബിയെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇറക്കി തരണമേ, എന്നാലാണ് ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുക. ഫലമ്മാ ജാഅഹും മാ അറഫൂ, അവർ തൗറാത്തിലും ഇഞ്ചിയിലും കൂടി പരിചയപ്പെട്ട ആ പ്രവാചകൻ അവരുടെ അടുക്കലേക്ക് വന്നപ്പോൾ കഫറൂ ബിഹി, നിഷേധിച്ചു കളഞ്ഞു. നിങ്ങളാണ് വന്നത്, നിങ്ങളെയാണ് പ്രവാചകനായി കിട്ടിയത്, ഞങ്ങൾ കരുതിയത് ഈസാ നബിൻ്റെ പരമ്പരയിൽ നിന്ന് കിട്ടും എന്നാണല്ലോ ഞങ്ങൾ കരുതിയത്. ഇത് ഈസാ നബിൻ്റെ പരമ്പരയിലല്ലോ, ഇസ്ഹാഖ് നബിൻ്റെ പരമ്പരയിലല്ലോ, നിങ്ങൾ ഇസ്മായിൽ നബിൻ്റെ പരമ്പരയിലല്ലേ, അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഞങ്ങൾക്കൊരു അന്ത്യപ്രവാചകനെ വേണോ, അന്ത്യപ്രവാചകൻ ഞങ്ങൾക്ക് വേണം, പക്ഷെ അത് ഏത് പരമ്പരയിലായിരിക്കണം? ഇസ്ഹാഖ് നബിൻ്റെ പരമ്പരയിലായിരിക്കണം. നിങ്ങളേത് പരമ്പരയില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നബിൻ്റെ പരമ്പരയില്ല? ഇസ്മായിൽ നബിൻ്റെ പരമ്പരയില്ല. ബാക്കിയെല്ലാം ഈ ബനു ഇസ്രായേൽ കംപ്ലീറ്റ് ഇബ്രാഹിം നബിൻ്റെ രണ്ടാൾ ഇസ്ഹാഖ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബിയിലാണ് ഈ കംപ്ലീറ്റ് പരമ്പര വരുന്നത്. അതിന് ഇവർ പറയുന്നതോ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ പരമ്പര ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയൂല. ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി, അവർക്ക് പരിചയിച്ച ഒരു പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ അവർ അതിനെ നിഷേധിച്ച് കളഞ്ഞു. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, അള്ളാഹുവിൻ്റെ ശാപം സത്യനിഷേധികളായ ആളുടെ മേലുണ്ട്, അവരുടെ മേലുണ്ടാവുകയും ചെയ്യും. ബിഅസമഷ്തറൂ ബിഹി അൻഫുസഹും, അവർ അവരുടെ ശരീരത്തിനെ എത്ര മോശമായ കാര്യത്തിനാണ് വിറ്റ് കളഞ്ഞത്. ആ വിറ്റ് കളഞ്ഞ കാര്യം എത്ര മോശമാണ്. എന്താണ് അവർ ചെയ്തത്?
അൻ യക്ഫുറു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതിനെ അവർ നിഷേധിച്ചു കളഞ്ഞു. അത് വിശുദ്ധമായ ഖുർആനെ അവർ നിഷേധിച്ചു. എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനെ നിഷേധിച്ചു? ബഗിയൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫളിഹി അലാ മൻ യശാഉ മിൻ ഇബാദി, അള്ളാഹു തൻ്റെ അടിമകളിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേദഗ്രന്ഥം കൊടുത്തു. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ നബി തങ്ങളെ ഇവർക്ക് വ്യക്തിപരമായി ഇഷ്ടമായില്ല. അതുകൊണ്ട് വേദഗ്രന്ഥം അംഗീകരിച്ചാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം, ഒരു പ്രവാചകനെ അയച്ചാൽ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ കണ്ടീഷൻ എന്താ? ഞങ്ങൾ പറയുന്ന ആളായിരിക്കണം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളായിരിക്കണം. അപ്പോൾ ബഗീൻ അയ്യുനസ്സിൽ അല്ലാഹു മിൻ ഫളിഹി അലാ മൻ യശാഉ മിൻ ഇബാദി, അതുകൊണ്ട് അതിൻ്റെ പേരിൽ അവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഇതേ വാദം മക്കാ മുശ്രിക്കീങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിച്ചത് അതെന്താ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഇറക്കിയത്? വഖാലൂ ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈൻ അളീം, ഈ ഗോത്രത്തിൽ എത്ര പ്രമാണികളായ ആളുകളുണ്ട്, അവർക്കൊന്നും ഇറങ്ങാതെ അതെന്താ അദ്ദേഹത്തിന് കിട്ടാനുള്ള കാരണം? ഇവർക്കായിരുന്നു ഖുർആൻ ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു. ഫബാഉ ബിഗളബിൻ അലാ ഗളബ്, അവർ അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ മേൽ കോപവുമായി മടങ്ങി. വലിൽ കാഫിരീന അദാബും മുഹീൻ, സത്യനിഷേധികളായ ആളുകൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. വഇദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹ്, അവരോട് പറയപ്പെടും നിങ്ങൾ അള്ളാഹു ഇറക്കിയ ഈ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കണേ. അവർ പറയും ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈനാ, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം. ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം തൗറാത്ത് അല്ലെങ്കിൽ ഇഞ്ചീൽ. വയക്ഫുറൂന ബിമാ വറാഅഹു, അതല്ലാത്ത ബാക്കിയുള്ളതിന് അവരെന്ത് ചെയ്യും? നിഷേധിക്കും. എത്തരത്തിൽ വഹുവൽ ഹഖ് മുസദ്ദിഖൽ ലിമാ മഅഹും, അതാണെങ്കിൽ പരമസത്യവുമാണ്, അവരുടെ കയ്യിലുള്ളതിനെ ശരിവെക്കുന്നതുമാണ്. ഞാൻ ബഖറിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു, ഖുർആനിൽ പല സ്ഥലത്തും മുസദ്ദിഖുൽ ലിമാ മഅക്കും മുസദ്ദിഖുൽ ലിമാ മഅക്കും എന്നുള്ള പദം ആവർത്തിച്ച് ഖുർആനിൽ കാണാമെന്ന് ശ്രദ്ധിച്ചില്ലേ? എന്തായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്? തൗറാത്തും ഇഞ്ചീലും അടയാളപ്പെടുത്തിയതിനൊക്കെ ഖുർആൻ ശരീഫ് പലതും എന്തായിട്ട് പറയുന്നുണ്ട്? ശരിവെച്ചുകൊണ്ടാണ് പറയുന്നത്. ഖുൽ നബിയെ ചോദിക്കൂ, ഫലിമ തഖ്തുലൂന അംബിയ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെന്തിനാണ് കൊന്നുകളയുന്നത്? മിൻ ഖബ്ലു, ഇതിനു മുമ്പ്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ. വലഖദ് ജാഅക്കും മൂസാ ബിൽ ബയ്യിനാത്ത്, നിങ്ങളുടെ അടുക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നു. ഏതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രളയം ഉണ്ടായിരുന്നു, ജറാദ് വെട്ടുകിളിനെ കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടായിരുന്നു, പേനുണ്ടായിരുന്നു, പേൻ ശല്യമായിരുന്നു എല്ലാവർക്കും പേന്, തവളകളെ കൊണ്ടുള്ള പരീക്ഷണം, രക്തത്തിനെ കൊണ്ടുള്ള പരീക്ഷണം. അവർ വെള്ളം കുടിക്കാൻ പാത്രം നോക്കുമ്പോൾ രക്തം, ഭക്ഷണം കഴിക്കാൻ പാത്രം നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് തവള. അങ്ങനെ ഇവർക്ക് നിൽക്കക്കള്ളില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ മൂസാ നബിക്ക് വ്യക്തിപരമായി കിട്ടിയത് വടി, കൈ പ്രകാശിക്കുക, കടൽ പിളർന്നു കൊടുക്കുക, തണൽ മേഘം ഇട്ട് കൊടുക്കുക, മേഘം തണലിട്ട് കൊടുക്കുക, അതുപോലെ മഞ്ഞും സെലവ് ഇറക്കി കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങൾ. അങ്ങനെ ആ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി മൂസാ അലൈഹിസ്സലാം നിങ്ങളുടെ അടുക്കൽ വന്നു. സുമ്മത്തഖദ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി, ഈ ദൃഷ്ടാന്തമൊക്കെ കിട്ടിയിട്ടും നിങ്ങൾ ആരെ ബേക്കിന്നാ പോയത്? പശുക്കുട്ടിൻ്റെ ബേക്കിൽ. വഅൻതും ളാലിമൂൻ, നിങ്ങൾ അക്രമകാരികളായിരിക്കെ. ഒരായത്തും കൂടി ഉണ്ട്, കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വഇദ് അഖദ്നാ മീസാഖക്കും, നാം നിങ്ങളോട് കരാർ വാങ്ങിയ സന്ദർഭം. വറഫഅനാ ഫൗഖകുമുത്തൂർ, തൂർ ഒരു പർവ്വതത്തിനെ നാം നിങ്ങൾക്ക് മുകളിൽ ഉയർത്തുകയും ചെയ്ത സന്ദർഭം. മുമ്പ് അതിൻ്റെ വിശദമായ ഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ വിശ്വസിക്കൂല എന്നുള്ളൊരവസ്ഥ ഉണ്ടായപ്പോൾ ശബരീയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവുകയും പർവ്വതം അവർക്ക് മേൽ ഉയർന്നു പൊങ്ങി എന്ന് ഖുർആനിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭം ഖുദൂമ ആതൈനാക്കും, എന്താ ആ സമയത്ത് അള്ളാഹു പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് നൽകിയതിനെ ബിഖുവത്തിൻ, വളരെ ഉറപ്പോടുകൂടി ശക്തിയായി മുറുകെ പിടിക്കണം, അതിനെ നിങ്ങൾ വിട്ടുകളയരുത്. വസ്മഉ, വേദഗ്രന്ഥത്തിൽ പറയുന്ന കാര്യത്തിനെ നിങ്ങൾ ചെവി കൊടുത്ത് കേൾക്കണം. അവരെന്താ പറഞ്ഞതെന്നറിയോ? ഖാലൂ സമിഅനാ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വഅസൈനാ, കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യൂല? അനുസരിക്കൂല. എന്തൊരു ധിക്കാരാണ്. വഉശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല, അവരുടെ ഹൃദയത്തിൽ പശുക്കുട്ടിയോടുള്ള ഇഷ്ടത്തെ ഊട്ടപ്പെട്ടു. ഉശ്രിബു എന്നാണ് കുടിപ്പിക്കപ്പെട്ടു. വെള്ളം ദ്രുതഗതിയിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിക്കും. ഭക്ഷണം അങ്ങനെയല്ല, മെല്ലെ 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 മാത്രമേ രക്തത്തിലേക്ക് ചേർന്നിട്ടെത്തൂ. വെള്ളം അങ്ങനെയല്ലല്ലോ, സഞ്ചാരത്തിൻ്റെ വേഗത കൂടുതലല്ല വെള്ളത്തിന്. അതിനെയാണ് അള്ളാഹു താല ഈ പശുക്കുട്ടിയോടുള്ള ആരാധനയെ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. ഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ൽ, അവരുടെ ഹൃദയത്തിൽ ആ പശുക്കുട്ടിയോടുള്ള ആരാധന, ഇഷ്ടം ഊട്ടപ്പെട്ടിരിക്കുന്നു. ബി കുഫ്രിഹിം, അവരുടെ സത്യനിഷേധത്തിൻ്റെ പേരിൽ.
ഖുൽ ബിഅ്സമാ യഅ്മുറുകും ബിഹി ഈമാനുകും, നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യം എത്ര മോശമാണ്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അപ്പം ഒരു വേദഗ്രന്ഥം കയ്യിൽ ലഭിക്കുകയും അതിനെ ശരിയായ രീതിയിൽ പരിഗണിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ പേരിലുള്ള അനന്തരഫലങ്ങളെ പറ്റിയാണ് അള്ളാഹു ഈ ഭാഗങ്ങളിലൊക്കെ ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞു പൂർത്തീകരിക്കുന്നത് പോലെ ഞങ്ങളല്ലല്ലോ, ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം ഒഴിവായവരാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. കുറേ യഹൂദികളെ കുറ്റം കേട്ടിട്ട് യഹൂദികളെല്ലാം മോശം തന്നെ, ജൂതന്മാരെല്ലാം കള്ളന്മാരെന്നെ, ജൂതന്മാരെല്ലാം മോശക്കാരെന്നെ, ആൻറ്റി സെമിറ്റിസം അല്ലേ, ജൂതവിരുദ്ധ ഒരു വികാരമുണ്ടാക്കി തീർക്കാനാണ് സൂറത്തുൽ ബഖറ. അല്ല. ആ സമൂഹം എന്തുകൊണ്ട് ഇങ്ങനെ ആയി, അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് എങ്ങനെ എത്തി, അതിലേക്ക് അവരെ നയിച്ച കുറച്ച് സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഉമ്മത്ത് മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ ഉമ്മത്തായി പോകരുതേ എന്നുള്ള സന്ദേശമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.